ഇതാ ഈ കാണുന്ന ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഒരു 200 കിലോമീറ്റർ പോയ കഥയാണ് പറയാൻ പോണത്. സമയം 12 മണിയായിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് കുറച്ച് ലോങ്ങിക്ക് ചായ കുടിക്കാൻ പോകണം. അങ്ങനെ എവിടെ നല്ലൊരു ചായ കിട്ടുമ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ തമിഴ്നാട് എത്തി. എന്തായാലും ഇത്ര ദൂരം വന്നാൽ ഇനി ഒരു വെറൈറ്റി ആവണം, നല്ലൊരു ചായയും കിട്ടണം വിചാരിച്ച് നേരെ കോയമ്പത്തൂർ എയർപോർട്ടിൽ പോയി ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചു. രാത്രി സമയം 2:30 മണിക്ക് ഗൂഗിൾ മാപ്പിനെയും വിശ്വസിച്ചിട്ട് പോകുമ്പോഴാണെങ്കിൽ പോണ വഴിയൊക്കെ റോഡും ബ്ലോക്ക് ആക്കി എടുക്കുകയാണ്. അവസാനം ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ള വഴി എത്തി. 2 ചായ കുടിക്കുന്ന പൈസ ഞാൻ അവിടുത്തെ പാർക്കിങ്ങിന് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. പക്ഷെ എന്താണെന്നറിയില്ല, ഈ എയർപോർട്ടിൽ ഒരു മനുഷ്യന്റെ കൂട്ടിനെ കാണാനില്ല. കുറച്ചു നേരം നടന്നു നോക്കിയപ്പോൾ കുറച്ച് പോലീസുകാരനെയും പട്ടാളക്കാരനെയും കണ്ടു. കാര്യം എന്താണെന്ന് ഈ ഏട്ടൻ്റെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. മറ്റുള്ള എയർപോർട്ട് പോലെ ഒരുപാട് ഫ്ലൈറ്റുകളൊന്നും ഇവിടേക്ക് വരാറില്ല എന്നാ പറയുന്നത്. ശരി, വന്ന കാര്യം നോക്കാൻ വേണ്ടി ഒരു ചായന്റെ റേറ്റ് നോക്കിയപ്പോഴാണ് കണ്ടത് 80 രൂപ. എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ 80 രൂപ കൊടുത്തിട്ടൊക്കെ ഒരു ചായ കുടിക്കുന്നത്. ഈ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വെളിയിൽ നിന്ന് 8 ചായ കുടിച്ചെന്നെ. ഇതിനാണെങ്കിൽ വേണ്ട മധുരം പോലും ഇല്ല. അങ്ങനെ ഇപ്പൊ എനിക്ക് ചായ കുടിക്കേണ്ട പൂജയൊക്കെ മതിയായിട്ട് ഞാൻ വീട്ടിൽ തന്നെ പോവാണ്. അങ്ങനെ ഇപ്പൊ ഒരു ചായ കുടിക്കാൻ വേണ്ടി 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ കയറി പോണത്.